PG തുടങ്ങുന്നതിന്റെ ഏറ്റവും മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബെനിസിന്റെ ഒരു അനിയന് സുഖമില്ലാത്ത ഒരു അനിയനുണ്ട്. കിഡ്നി ഫെയില്യൂർ ആയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു പ്രാവശ്യം കഴിഞ്ഞു. ഇപ്പോഴും 7 years ആയിട്ടത് ഫെയില്യൂർ ആയിട്ട് ഒരു പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞു. 4 years ഒന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും അത് ഫെയില്യൂറായി. പിന്നെ നമ്മളിപ്പം ട്രാൻസ്പ്ലാന്റിനുള്ള ഒരുക്കത്തിലാണ്. അന്നേരം അതിനുവേണ്ടി ഇഷ്ടംപോലെ പൈസ ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ 10th ഇങ്ങനെ കണ്ട് ഫിക്സ് ചെയ്യാന്ന് പറയും സർജറി. അതുകൊണ്ട് 7 lakhs എങ്ങാണ്ടാകും. അങ്ങനെ അതൊക്കെ കൂടിയാണ് നമ്മൾ ഈ PGക്ക് വേണ്ടി നമുക്കൊരു ജോലി ചെയ്താൽ അത്രയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല ഒരിക്കലും. ഇങ്ങനെ ഒരു ഇത് ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഏതാണ്ട് നമുക്ക് പുള്ളിക്കാരനെ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യാൻ അവന്റെ ഫാമിലിയെ നോക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിത് തുടങ്ങാൻ തന്നെ. നല്ലൊരു മനസ്ഥിതി ഉള്ള ഒരു ഹസ്ബൻഡ് അനിയൻ നന്നാവണം പറഞ്ഞ് വിചാരിക്കുന്ന കുടുംബം എന്തായാലും ബിക്കോസ് അങ്ങനെ ചിന്തിക്കുന്ന ലേഡീസ് കുറച്ച് കുറവല്ല. എന്തായാലും ദൈവം പ്രാർത്ഥിക്കട്ടെ. നന്ദി, നമസ്കാരം. സോ വ്യൂവേഴ്സ്, ഈ ബ്ലസ് PG ബ്ലസ് പേയിങ് അക്കോമഡേഷനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് വൈഫിനോട് ചോദിച്ചു. രണ്ടുപേരും തന്നെ ഈക്വലി ഇതിന് ഒരു എന്താ പറയുക ഫാമിലി ബിസിനസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി തൻ്റെ ഫാമിലി ആയിട്ട് തന്നെ കരുതുന്ന ആൾക്കാരാണ്. തീർച്ചയായും വളരെ നല്ല രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഹോംലി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു PG ആണ് ബ്ലസ് PG ഇവിടെ ഈ ബണ്ണാർക്കട്ട റോഡിലുള്ളത്. തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ ആർക്കെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും ബാക്ക് ടു ബെന്നി ചായൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വൈഫ് പറഞ്ഞു കുറേ കാര്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അനിയന് കിഡ്നി ഫെയിലിയർ ആണ്, അപ്പോൾ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ മറ്റുള്ളവർക്ക് സഹായിക്കണം എന്ന് പറയുന്ന ഭാര്യ കാണുന്നത് വളരെ അത്ഭുതമാണ്. എങ്ങനെയാണ് വൈഫ് നിങ്ങളായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുമോ അല്ലെങ്കിൽ വൈഫാണോ പറയുന്നത് പോട്ടെ അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ? ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഞങ്ങൾ പറയുന്നത് ഞങ്ങള് 4 ആൺപിള്ളേരാണ്. ഒരാൾ നേരത്തെ മരിച്ചുപോയി. അപ്പൊ ഞങ്ങളിപ്പം 3 പേരേ ഉള്ളൂ. 3 പേരുള്ളപ്പോൾ ഞങ്ങളൊരു വീട് വെച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് താമസിക്കണം, അങ്ങനെയുള്ള വീട് നമുക്ക് വെക്കാവണം. അങ്ങനെ ഞങ്ങൾ വീട് വെച്ചത്. അപ്പൊ ഏത് കാര്യങ്ങളും എല്ലാവരും ഷെയർ ചെയ്ത് പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഇവന് ഈ അസുഖം വന്നത്. ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ചാണ് ഇങ്ങനെ അസുഖം വന്ന് കിഡ്നി ഫെയിലായിട്ട് അവൻ ആദ്യം ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ബാംഗ്ലൂർ ഞാനിവിടെ ട്രൈ ഇവിടെ കിട്ടാൻ നാട്ടിൽ കൊണ്ട് എറണാകുളത്ത് കൊണ്ടുവന്ന് ഒരു കടാവർ പേഷ്യൻ്റെ കിട്ടി, കിഡ്നി മാറ്റി വെച്ചു. അങ്ങനെ ഒരു 4 വർഷം അത് കഴിഞ്ഞപ്പോൾ അത് ഫെയിലായിപ്പോൾ ഒരു കുട്ടി ഉണ്ടായി. രണ്ടാമതൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അത് കുട്ടി ഒരു 1.5 വയസ്സ് 1 വയസ്സ് കഴിഞ്ഞപ്പം വെള്ളത്തിൽ പോയി മരിച്ചുപോയി കുട്ടി. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആരും, ഞാൻ മൂത്തത്, ബാക്കി 2 പേരും. മൂന്നാമത്തെ പുള്ളി ഗൾഫിലാണ്. പുള്ളി വൈഫും ഗൾഫിലാണ്. ഒരു വർഷമാണ് പുള്ളി കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഗൾഫിലാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് നമ്മളെ ഔട്ട് സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സഹോദരനെ നോക്കണം, അവൻ്റെ ഫാമിലിയെ നോക്കണം, അവൻ്റെ കുഞ്ഞിനെ കാര്യങ്ങളെല്ലാം അത് ഞങ്ങൾ തന്നെ ഏറ്റെടുത്തു. അപ്പൊ അതുകൊണ്ട് ദൈവം എന്താ പറയാ ഒപ്പം ജനിച്ച ആളല്ലേ, സഹോദരനല്ലേ. അപ്പൊ അപ്പനും അമ്മയും ഉണ്ടല്ലോ. അപ്പനും അമ്മയൊക്കെ അവിടെ നാട്ടിലെ കൃഷിയാണ്, കാർഷിക രീതി, കേരളത്തിലെ കാർഷികത്തിന്റെ അറിയാമല്ലോ എന്തുമാത്രം വരുമാനം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അങ്ങനെയാണ് PG തുടങ്ങാനായിട്ട് കുറച്ചുകൂടെ മുൻകൈ എടുത്തത്. നമ്മൾ ചെറിയ റിസ്ക് എടുത്താലും അതുകൊണ്ട് ദൈവം നമുക്ക് ആരോഗ്യം തരുന്നുണ്ട്, അതിനുള്ള മനസ്സ് തരുന്നുണ്ട്. പൈസ ഇന്ന് വരും നാളെ. എന്തായിരുന്നാലും യു ആർ ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് കൈൻഡ് ഓഫ് വൈഫ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു വൈഫിനെ കിട്ടാൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും തന്നെ ഇങ്ങനത്തെ ഒരു മനസ്ഥിതി ഉണ്ടാവണമെന്നൊന്നുമില്ല. പിന്നെ നല്ല രീതിയിൽ ബിസിനസ്സും നോക്കി നടത്തുന്നുണ്ട് ഭാര്യ. പിന്നെ നിങ്ങൾ 2 പേർക്കും ദൈവം എത്ര കുട്ടികളാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്? ഒരു മോളാണ്. എത്ര പ്രായമായി? അതെയോ, അത് ശരി. ഇപ്പൊ മോള് ഇവിടെ വളർന്നു വരുമ്പോ തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് വളർന്നു വരുന്നത്. ഇപ്പൊ അതൊരു സുഖം തന്നെയാണ്. ബിക്കോസ് ഇവിടുത്തെ ഈ ബാംഗ്ലൂർ ട്രെൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് സംസാരിക്കാനോ അല്ലെ കളിക്കാനോ തന്നെ ആരും ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ. മോൾക്ക് ഇവിടെ PGയിൽ ഒരു കുട്ടി വന്നില്ലെങ്കിൽ ഉണ്ണാൻ വന്നില്ലെങ്കിൽ മമ്മിയോട് ചോദിക്കും, മമ്മി ആ ചേച്ചിന്ന് കഴിക്കാൻ വന്നില്ല, ഈ ചേച്ചി കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയാം. അവൾക്ക് ഒരു നല്ല കൂട്ടാണ് ശരിക്കും ഈ വലിയ വലിയ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്ന് പറയുമ്പോൾ. പിന്നെ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ മലയാളീസിന് എന്താ അഡ്വൈസ് പറയാനുള്ളത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്? എനിക്ക് കേരളത്തിലുള്ള ജനങ്ങളോട് പറയാൻ, ഈ ബാംഗ്ലൂർ കണക്കുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളെല്ലാം അങ്ങോട്ട് വരും. ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ശ്രമിച്ചിട്ട് കാര്യമില്ല, ദൈവം കൂടെ അനുഗ്രഹിക്കണം. ഇവിടെ മനസ്സ് മാറ്റാനുള്ള ഈ യൂണിയൻ നേതാക്കന്മാരുടെ അവരുടെ ഇവിടെയൊക്കെ മനസ്സ് മാറ്റാനുള്ള
എന്റെ ഫാദർ യൂണിയൻ ഏതൊക്കെ പറയണം ഇദ്ദേഹത്തിന്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ്. അല്ല, എന്റെ ഫാദർ തന്നെ അവിടെ ഒരു നെൽകൃഷി ചെയ്യാതെ ഒരു മീൻ വളർത്താനായിട്ട് തുടങ്ങി. മീൻ വളർത്താനായിട്ട് അവിടെ പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഒരു പാർട്ടി നേതാവിന് 2000 രൂപ 3000 രൂപ പുള്ളി വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാണ് അവിടുത്തെ പെർമിഷൻ കൊടുത്തത്. പുള്ളിയുടെ സ്വന്തം സ്ഥലത്ത് പുള്ളി ചെയ്യാനായിട്ട് മത്സ്യ കൃഷി ചെയ്യാനായിട്ട് പുള്ളിക്ക് അനുവാദമില്ല. അത് യൂണിയൻ നേതാവിന്റെ അനുവാദം മേടിക്കാനായിട്ട് 2000 രൂപ പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് പുള്ളി ശരിയാക്കിയത്. അതാണ് സ്വന്തം സ്ഥലത്ത് ചെയ്യാൻ വേറെ ഒരാൾക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ അതല്ല, സ്വന്തം നമ്മുടെ സ്ഥലത്ത് നമുക്ക് എന്തും ചെയ്യാം. ആരുണ്ട് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും വിളിച്ചു കൊടുത്തെങ്കിൽ അവർ മേടിച്ചോണ്ട് പോകുന്നു. അതാണ് നമുക്ക് ആ ഫ്രീഡം ഉണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല. എന്തായാലും അതൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ഒരു അരമണിക്കൂർ സമയം പോയതന്നെ അറിഞ്ഞില്ല. ബിക്കോസ് ഭാര്യ ആയാലും നിങ്ങളായാലും നല്ല കറക്റ്റായിട്ട് നല്ല രീതിയിലാണ് ആൻസേഴ്സും പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തത്. ടൈം തന്നതിന് വളരെ നന്ദി. നമസ്കാരം. ഈ പ്രോഗ്രാം കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും പ്ലസ് പിജിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സോ ഇന്നത്തെ ഈ ചോദ്യം ഇതാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ബെന്നിച്ചായൻ്റെ അടുത്തും ബെന്നിച്ചായൻ്റെ വൈഫിൻ്റെ അടുത്തും നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് നേരത്തെ ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്ന ജോലി എന്താണ്? ഞാൻ ഒരിക്കൽ കൂടി പറയാം. ബെന്നിച്ചായൻ്റെ വൈഫ് സുനി മാഡം നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ജോലി ഏതാണ്? ഈ ചോദ്യത്തിന് ഉത്തരം വിളിച്ച് അറിയിക്കേണ്ട നമ്പർ 0484231778 or 83. I repeat the number 0484231778 or 83. So viewers, Bless PGന്റെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു സക്സസ് അല്ലെങ്കിൽ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായി കിട്ടിയതാണ് ഈ PG ബിസിനസ്. ഇങ്ങനത്തെ ഒരു മലയാളികൾ ഒത്തിരി ഒന്ന് രണ്ടല്ല ഒത്തിരി ആൾക്കാരുണ്ട് മറുനാടുകളിൽ. തീർച്ചയായിട്ടും കേരളത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ മലയാളികളൊക്കെ ഓടി എത്തുന്നത് നമ്മുടെ നാട്ടിലേക്കായിരിക്കും. അങ്ങനത്തെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും കൂടി ശ്രമിക്കണം. എനിവേസ്, ഐ വിൽ മീറ്റ് യു ഓൾ ഇൻ ദ നെക്സ്റ്റ് ഫാന്റാസ്റ്റിക് എപ്പിസോഡ്. Until then, it's me signing off. Bye bye.